ഹലോ ഫ്രണ്ട്സ്, അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നു. ഓഗസ്റ്റ് 11 കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ്. എക്സാം ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 30 കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അപ്പം ഓൾറെഡി എക്സാം ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് നടന്ന ഏറ്റവും വലിയ മേജർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിലബസാണ്. സിലബസിനകത്ത് കംപ്ലീറ്റ്ലി ചേഞ്ച് വന്നു. സിലബസിനകത്ത് ഇപ്പോൾ ഉള്ളത് എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ടോപ്പിക് ഉണ്ട്. ഓക്കെ, അതായത് ഇതിന് മുമ്പുണ്ടായിരുന്ന സിലബസ്, ഇതിന് മുമ്പ് നടന്ന എക്സാമിൻ്റെ സിലബസ് ബേസ്ഡ് ആണ് നമ്മുടെ ക്ലാസ്സസും എല്ലാവരും ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു സിലബസിനകത്ത് കംപ്ലീറ്റ്ലി ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന് 40 മാർക്കും, ഫിസിക്സിന് 15 മാർക്കും, കെമിസ്ട്രിക്ക് 15 മാർക്കും, മാനേജ്മെൻറ്റ് സബ്ജക്റ്റിന് 30 മാർക്കും വെയിറ്റേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇതുവരെ പ്രിപ്പയർ ചെയ്തിരുന്ന ആ ഒരു സിലബസിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിലബസാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഉള്ള നമ്മുടെ എൻട്രിയുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഈ ഒരു സിലബസ് എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി കൊടുക്കും. നോർമൽ സ്റ്റുഡൻസിനാണെങ്കിലും ഗോൾഡ് സ്റ്റുഡൻസിനാണെങ്കിലും എല്ലാവർക്കും ചേഞ്ച് ആയി വരും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏറ്റവും പുതിയ ഗോൾഡ് ബാച്ച് ഓഗസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓഗസ്റ്റ് 1 നമ്മൾ അടുത്ത ഗോൾഡ് ബാച്ച്, അതായത് ഈ അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ ഏറ്റവും പുതിയ ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഗോൾഡ് ബാച്ചിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഏറ്റവും പുതിയ സിലബസ് പ്രകാരമുള്ള, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, മാനേജ്മെൻറ്റ് സബ്ജക്റ്റുകൾ ഇറങ്ങിയ മാനേജ്മെൻറ്റ് സബ്ജക്റ്റുകൾ ഇതിന് മുമ്പുണ്ടായ സിലബസിനേക്കാളും കൂടുതൽ കണ്ടന്റുകൾ വന്നിട്ടുണ്ട്. 30 മാർക്ക് വെയിറ്റേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ അകത്ത് 15 മാർക്ക് വെയിറ്റേജ് ആണ്, കെമിസ്ട്രീൻ്റെ അകത്ത് 15 മാർക്ക് വെയിറ്റേജ് ആണ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെ അകത്ത് 40 മാർക്കിന് വെയിറ്റേജ് ആണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, എൻട്രിയിൽ ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫാക്കൽറ്റീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പുതിയ കണ്ടന്റുകൾ, അതായത് പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സസും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ എത്തിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതായത് നോർമൽ സ്റ്റുഡൻസ്, ഓൾറെഡി പർച്ചേസ് ചെയ്ത സ്റ്റുഡൻസിനോട് നമ്മൾ കൊടുക്കുന്ന പ്രോമിസ് നല്ല എക്സാമിൻ്റെ ഒരു 1 മന്ത് ബിഫോർ, അതായത് ഇനി ആകെയുള്ളത് 3 മാസമാണ്. അതിൽ ഈ വിത്തിൻ 2 മന്ത്സിനുള്ള എല്ലാ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പുതിയ സിലബസ് പ്രകാരമുള്ള ഏറ്റവും മികച്ച സ്റ്റഡി പ്ലാൻ ഏകദേശം 90 ഡേയ്സ് 90 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. ഓഗസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്താൽ ആ 90 ഡേയ്സിന് കംപ്ലീറ്റ്ലി പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള ഗോൾഡ് ബാച്ച് നമ്മൾ ഓഗസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇതുവരെ പ്രിപ്പയർ ചെയ്തതോ ഇനി അതായത് തയ്യാറെടുത്ത് ആരംഭിക്കാത്ത ആളുകളും ഇതുവരെ പ്രിപ്പയർ ചെയ്ത ആളുകൾക്കും എല്ലാവരും ഇനി ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു സിലബസാണ് വന്നിരിക്കുന്നത്. കാരണം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട് സിലബസ്. അതുകൊണ്ട് തന്നെ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. പഠിച്ച് തുടങ്ങാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഫോം കൊടുക്കാം. നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പുതിയ സിലബസിന് അത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തവർ ആദ്യം നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. ഏകദേശം 38,000 ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്തായാലും കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ആളുകളുടെ എണ്ണം കുറയും. കാരണം എൻറ്റയർലി സിലബസ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തായാലും ഏറ്റവും പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻട്രി എന്തായാലും നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നു. എക്സാമിന് മുമ്പേ നമ്മൾ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കാരണം ഇതിൻ്റെയൊക്കെ ഫാക്കൽറ്റീസ് എൻട്രിയിൽ വിവിധ കോഴ്സുകളിൽ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര പാടുള്ള കാര്യമല്ല. ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കണ്ടന്റ് എടുത്ത് നിങ്ങൾക്ക് എത്തിക്കേണ്ട ഒരു ടൈം ഗ്യാപ്പ് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്, 2 മന്ത്സ്. ആ 2 മന്ത്സിനുള്ളിൽ കംപ്ലീറ്റ്ലി കോഴ്സസ് പുതിയ സിലബസ് പ്രകാരമായിരിക്കും. പക്ഷേ നിങ്ങൾക്കറിയാം, ഗോൾഡ് ബാച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ദിവസത്തെ സ്റ്റഡി പ്ലാനാണ്. അതായത് നമുക്കിപ്പം 3 ഡേയ്സ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് വരും. അതിൻ്റെ ബേസിലുള്ള ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓരോ ദിവസം പഠിക്കേണ്ടത് ആ മെൻറ്റേഴ്സ് നിങ്ങളോട് പറഞ്ഞുതരും എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. ഈ ടോപ്പിക്കുകൾ പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡൗട്ട് ക്ലിയറൻസ് സെഷനകത്ത് നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനകത്ത് ലൈവിനകത്ത് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഈ ഒരു സമയം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുന്നത് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും അതുപോലെ തന്നെ ഇനി എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കും കൂടിയാണ്. കാരണം ഇതുവരെ തയ്യാറെടുത്ത ആളുകൾ ഓൾറെഡി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇതിന് മുമ്പത്തെ സിലബസാണ്, അതായത് എക്സ്പെക്റ്റഡ് സിലബസ് പ്രകാരമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർക്കും ഇനി എന്തായാലും ഫ്രഷ് സ്റ്റാർട്ടാണ്. അത് ഇതുവരെ തുടങ്ങാത്തവർക്കും ഫ്രഷ് സ്റ്റാർട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ തയ്യാറെടുപ്പ് ഇവിടെ തുടങ്ങാം. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 30 എക്സാം ഉള്ളത്. ആ ടൈം വരെ നമ്മൾ കംപ്ലീറ്റ്ലി എൻട്രീൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫോം കൊടുക്കാം. ആ ഫോമിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് വിളിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു.